ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരത്തെ ഒരു പ്രതികരണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ആർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല, അത് എല്ലാവരും ഭക്തന്മാരെല്ലാം സമാനരാണ് എന്ന തരത്തിൽ അതുവരെയാണ് ഇതുവരെ കാര്യങ്ങൾ നടന്നു പോയത്. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ അതൊരു കേസായിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച ഫയൽ ചെയ്യാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ CCTV ഫുട്ടേജ് ഇതെല്ലാം പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനെ തുടർന്ന് കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അതുപോലെ തുടർന്നുണ്ടാകും. പ്രാഥമികമായിട്ട് ബോർഡിന്റെ റിപ്പോർട്ടിൽ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്? അതായത് വീഴ്ച പറ്റിയിട്ടില്ല, ഒരു സംഭവത്തിൻ്റെ ബഹുമാനപ്പെട്ട കോടതിയുടെ തന്നെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് വ്യക്തമാക്കാൻ ബോർഡിന്റെ ഒരു വിലയിരുത്തലാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു വീഴ്ച ഏതെങ്കിലും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്? അല്ല, ബോർഡ് ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ബോർഡില്ലായിരുന്നു. അപ്പം ബോർഡ് അത് കൂടിയിട്ടില്ല. ബോർഡിൻ്റെ പ്രസിഡന്റിനോടും മറ്റുള്ളവരോടും വിഷയങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര അന്വേഷണം ഞങ്ങളുടെ വിജിലൻസ് വിഭാഗം അത് CCTV ഫുട്ടേജും മറ്റു കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. വിജിലൻസ് വിഭാഗവും ഇതിൻ്റെ അന്വേഷണങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിക്കും. പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ സമർപ്പിച്ചു. ഇല്ല, അത് CCTV ഫുട്ടേജ് അടക്കം അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, അത് കോടതിയിൽ സമർപ്പിക്കേണ്ടതല്ലേ. നമ്മളതിൻ്റെ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ റിപ്പോർട്ട് ചെയ്യും. അല്ല, അത് നൽകരുതെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. നമുക്ക് അങ്ങനെ പ്രത്യേക പരിഗണന ആർക്കും നൽകാൻ പറ്റില്ല. അത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം കാണുന്നതാണല്ലോ. ഇപ്പുറത്തെ സൈഡിലൂടെ ആരും അങ്ങോട്ടേക്ക് കയറുന്നില്ല. ഒരു സൈഡിൽ കൂടെ തന്നെ ഭക്തന്മാർ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ തീർത്ഥാടകർ വരുന്നത് ആ ഫ്ലൈഓവർ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഈ ദിലീപ് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ഈ പറയുന്ന ജലപ്പള്ളി ഭാഗത്തു നിന്നാണ് അദ്ദേഹം വന്ന്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും അത് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കോടതി പറയുന്ന അനുസരിച്ച് അത് ചെയ്യാം. അത് സമയത്ത് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. തിങ്കളാഴ്ച വിശദമായ റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ്? അതെ, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത്. എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത്. അല്ല, അതെല്ലാം ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് തിങ്കളാഴ്ച രാവിലെ ഉണ്ടത്. തിങ്കളാഴ്ച കൊടുക്കുന്ന റിപ്പോർട്ട് ആഭ്യന്തര അന്വേഷണം നടത്തിയതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊടുക്കുന്നത്. അല്ല, തിങ്കളാഴ്ച ഇന്ന് കൊടുത്ത റിപ്പോർട്ടിനെ തുടർച്ചയായിട്ടാണ് ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. CCTV ഫുട്ടേജുകളും കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് സമർപ്പിക്കും. പോലീസ് ഉദ്യോഗസ്ഥരോ അതോടൊപ്പം ഈ ദേവസ്വം ഗാർഡോ മറ്റോ ദിലീപിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ ഈ റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളിക്കും. അത് എന്തൊക്കെയാണ് ഇവിടെ കണ്ടതെന്നും എന്തൊക്കെയാണ് നടന്നതെന്നും ഇപ്പോൾ CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അത് അതുപോലെ തന്നെ കോടതി മുമ്പാകെ ഏതാണ്ട് 10 മിനിറ്റോളം ഹരിവരാസനം ചൊല്ലി തീരുന്നത് വരെ ഈ പറയുന്ന ദിലീപ് സോപാനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് വളരെ പ്രഥമദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ? അല്ല, അതെല്ലാം ഞാൻ എൻ്റെ റിപ്പോർട്ടിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുത്തു, തുടർ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് അനുവാദമില്ല. ഈ പ്രാഥമിക റിപ്പോർട്ടിലെ ഈ അല്ലാതെ മറ്റേതെങ്കിലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജില്ലാ ജഡ്ജി അടക്കം അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തുടർന്ന് റിപ്പോർട്ടിലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവരെങ്ങനെ വന്നു, എതിലൂടെ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് എന്നോട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അതുപോലെ അതിന് ഫുട്ടേജുകളുണ്ട്. ആർക്കും അതിനകത്തൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഫുട്ടേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ സുനിൽസ്വാമി എന്ന സുനിൽകുമാർ ഇവിടെ അനധികൃതമായി മുറി കൈവശം വെച്ചിരിക്കുന്നു എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയും കാലമായിട്ട് ദേവസ്വം ബോർഡിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അല്ല, ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ അങ്ങനെ പല മുറികളും പല ആളുകളും സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ വിഷയത്തിലൊരു സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ
സിറ്റിംഗ് ജഡ്ജിമാർ രണ്ടുപേരും തന്നെ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാർ തന്നെ ഇവിടെ വന്ന് പരിശോധിച്ച് അതിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. ഡോണർ റൂമുകളുടെ അടക്കം അതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഡോണർ റൂമുകളുടെ എങ്ങനെയാണ് ശരിക്കും നിബന്ധന എങ്ങനെയാണ് സാധാരണ? ഡോണർ റൂമുകളുടെ ഒരു നമുക്ക് 5 ദിവസങ്ങളാണ് അവർക്ക് ഫ്രീ ആയിട്ടുള്ളത്, പിന്നെ 5 ദിവസം പേയബിൾ ആയിട്ടുള്ളത്. 10 ദിവസമാണ് ഒരു വർഷത്തെ ഒരു ഡോണർക്കുള്ളത്. അത് ഇപ്പോൾ ഒരു മസ്റ്ററിങ് അതിൻ്റെ, കാരണം ഇതെല്ലാം 30 വർഷത്തിനും 20 വർഷത്തിനും മേലെ 30 വർഷമൊക്കെ പഴക്കമുള്ള 2 തരം ഡോണേഴ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡോണേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡോണേഴ്സ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൊണേഷൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ രേഖകൾ വേണം. ഈ നിത്യപൂജ ചെയ്യുന്നവർക്ക് കൂടുതൽ സമയം അടുപ്പ് തൊഴാനുള്ള അങ്ങനെ ഒരു അവസരം ഉണ്ടാവാറുണ്ടോ സാധാരണ? ഇല്ല, ആ പൂജകൾക്ക് അവർക്ക് പങ്കെടുക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ സമയമൊന്നും അങ്ങനെ അനുവദിക്കുന്നില്ല. ഈ സുനിൽകുമാറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇല്ല, അത് കോടതി തീരുമാനം പറഞ്ഞല്ലോ, ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അതിനകത്ത് കോടതി ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുണ്ട്, അത് അനുസരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.